കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വീട്ടിൽ പോയിട്ട് വന്നതാണോ? എന്തിനാ ഏട്ടാ പോയത്? വേറെന്തിനാടാ, വസുവിനെ കാണാൻ. അല്ല, ഈ ഫയൽ എടുക്കാൻ. ഫയൽ എടുക്കാനാണെങ്കിൽ എന്നെ ഏട്ടനെ പറഞ്ഞയച്ച പോരായിരുന്നോ? ഏട്ടൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫയലാ. അങ്ങനെയാണോ? താ നോക്കട്ടെ. വളരെ ഇമ്പോർട്ടന്റ് ഫയലാ. ഈവൻ ഫയലാണോ ഏട്ടാ ഇത്? ഇത് ഇപ്പോഴത്തെ ഇവന്റിന്റെ അല്ല, കഴിഞ്ഞ മാസത്തെ. ഓക്കേടാ ബി, ഞങ്ങള് പറയേണ്ടത് പറഞ്ഞു. ഇനിയല്ല നിന്റെ ഇഷ്ടം. അബിയേട്ടൻ ഇങ്ങനെയൊക്കെ നിൽക്കുമെങ്കിലും ഏട്ടത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കാതിരിക്കില്ല. ഓക്കെ ഏട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് സോറി പറഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? ഇവൾ ആപ്പിള് മുറിക്കുകയാണോ അതോ ആട്ടിറച്ചി വെട്ടുകയാണോ? നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. പോട്ടെ, ദേഷ്യത്തിലാണെങ്കിലും എനിക്ക് ആപ്പിള് മുറിച്ചു തരുന്നുണ്ടല്ലോ. എടി 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 എടി, ആപ്പിള് മുറിച്ച് നീ തന്നെയാണോ? അപ്പൊ എനിക്ക് വേണ്ടി മുറിച്ചതല്ലേ? ഇപ്പൊ ഇതിന്റെ കുറവും കൂടിയേ ഉള്ളൂ. എന്താടി ഇത്? പേഷ്യന്റ് ഞാനോ നീയോ? ആന്റി ഐസിയിലാണോ ഉള്ളത്? വീട്ടിലല്ലേ ഇരിക്കുന്നേ? അതൊക്കെ പോട്ടെ, നിങ്ങളോട് ആരാ പറഞ്ഞ പടിക്കെട്ടിന്ന് വീഴാൻ? ഇള്ള കുട്ടിയെന്ന വിചാരം. നേരെ വണ്ണം നടക്കാൻ അറിയില്ല ആന്റിക്ക്. നിങ്ങൾ കാരണം എന്തുമാത്രം നഷ്ടം ഉണ്ടായെന്നറിയോ എനിക്ക്? ഞാൻ കാരണം നിനക്ക് എന്ത് നഷ്ടമാടി? നിങ്ങളിപ്പോ നടക്കുമായിരുന്നെങ്കി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യായിരുന്നല്ലോ. ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എന്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. അപ്പോ എനിക്കിങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചല്ലേ നിനക്ക് വിഷമല്ലെന്നാണോ? നിന്റെ പ്ലാനെല്ലാം പാഴായി പോയെന്നോർത്താണ് വിഷമിച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. പിന്നല്ലാതെ നിങ്ങളെ ഓർത്ത് ആര് സങ്കടപ്പെടാനാ? ഇങ്ങനെ മുഖത്ത് നോക്കി പറയാതെ മോളെ. അതുപോട്ടെ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഭാവന എടുത്തി അഭിയേട്ടനോട് വസു എടുത്തി അമ്മ വഴക്കു പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയാൻ പോയേ? ആരെങ്കിലും ഒരാള് കാര്യങ്ങൾ
മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം മാറി. അഭിയേട്ടൻ വീണ്ടും വസു ഏട്ടത്തിയോട് സ്നേഹം കാണിക്കും. അങ്ങനെ നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്തത്. ഈ സമയത്ത് ഓഫീസിലിരുന്ന അബി നിന്നെ എങ്ങനെ കൂളാക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരിക്കും. അദ്ദേഹത്തിന് എന്നെ കൂളാക്കുന്നേ? എന്തുകൊണ്ട് കൂളാക്കില്ല? ഭാര്യയുടെ ഭാഗത്ത് തെറ്റില്ലെന്നറിഞ്ഞാ പിന്നെ ഏത് ഭർത്താവും കാമായിട്ടിരിക്കും. അബി ദേഷ്യത്തോടും സന്തോഷത്തോടും ഒരേപോലെ പെരുമാറുള്ളൂ. അങ്ങനെയാണെന്ന് എല്ലാരും വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും സത്യം അതല്ല. അബിക്ക് ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യമാ, എന്നാ സന്തോഷം വന്ന ഭയങ്കര സ്നേഹ. സത്യാണോ ചേച്ചി? അദ്ദേഹം അത്രയ്ക്ക് സ്നേഹം കാണിക്കുന്ന ആളാണോ? പക്ഷേ ഉച്ചയ്ക്ക് അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. നേരത്തെ വഴക്കു പറഞ്ഞയാള് ഇനിയിപ്പോ താരാട്ട് പാടും, സോറിയും പറയും. അബി അങ്ങനെ ആരോട് സോറി പറയാറില്ല. അങ്ങനെ ഒരു അബദ്ധം അവൻ ചെയ്യില്ല. അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലായ ഒരു മടിയുമില്ലാതെ ദാ നോക്ക്, കാറിന്റെ സൗണ്ട് അല്ലേ? അഭിയേട്ടൻ വന്നെന്ന് തോന്നുന്നു. നീ പോയി നോക്ക് അബിയുടെ കയ്യിൽ ഗിഫ്റ്റ് വല്ലതുണ്ടോന്ന്. അതിങ്ങ് തന്നെ, ഞാൻ കഴിക്കട്ടെ. നീ നോക്കിക്കോ, അബി ഇന്ന് നിനക്ക് ഗിഫ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖം കണ്ടാലും മതി. എന്തായി? അബി എത്തിയ? വന്നോണ്ടിരിക്കുക. കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടോ? കയ്യിലൊരു ബാഗുണ്ട്. ഞാൻ പറഞ്ഞില്ല അവൻ ഗിഫ്റ്റ് കൊണ്ടുവരില്ലെന്ന്. ബാഗിന്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുവരാലോ. ചിരിച്ച മുഖത്തോടെ ആയിരിക്കും വരുന്നത്. നിനക്ക് ഗിഫ്റ്റ് ഉണ്ടാവും, നിന്റെ പിണക്കവും മാറ്റും. ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ. ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ഹേർട്ടായി. ഇഞ്ചി നിന്ന കുറങ്ങനെ പോലെ ആയോ? അത് ശരി. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞതുപോലെ അവൻ അവക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് നീ എന്തിനാടി എന്നോട് ദേഷ്യപ്പെടുന്നേ? നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നോ? ഇങ്ങനെ വീണ് കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ലോ. അഭിയേട്ടനെങ്ങാനും വസുവേട്ടത്തിയോട് അടുത്തുന്നറിഞ്ഞാ ദേ നോക്ക്, ഈ കത്തി കൊണ്ട് നിങ്ങളെ കുത്തി കൊല്ലും ഞാൻ. വസു, ദേ അബി വരുന്നുണ്ട്. നീ പോയി റൂമിലിരിക്കെ. പറയുന്ന കേക്ക് വസു. നീ സൈലന്റ് ആയിട്ട് ഇരിക്കണം. അവൻ ഗിഫ്റ്റ് തരും നിനക്ക്. ഓക്കെ അല്ലേ? പോ. തിരിയിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ. മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ.
അതെ ഏട്ടാ, കോഫിയോ ചായ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഡിന്നർ ടൈമിലാണോ കോഫിയും ചായയൊക്കെ? ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വിളിച്ചപ്പോ കഴിക്കാതെ പോയി. ഇപ്പത്തെ ചായയും കോഫിയും എന്തിനാന്ന് ചോദിക്കുക. തനിക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം. അതിന് കോഫിയും ചായയൊക്കെ വലിച്ചെടുക്കുന്ന എന്തിനാ? ചിരിച്ച മുഖത്തോടെ സംസാരിക്കാൻ വരുമെന്നല്ലേ ഭാവനിച്ച് പറഞ്ഞത്? ഇപ്പത്തെ മുഖം കറുപ്പിച്ചില്ലേ എന്നോട് സംസാരിക്കുന്നേ? ഇല്ല, ഇങ്ങനെ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനെങ്ങനെ അറിയാനാ? തുറന്നു പറയ്. ഇദ്ദേഹം എന്ത് കാര്യത്തിനെ പറ്റി ചോദിക്കുന്നേ? ഏട്ടൻ കുളിക്കാൻ പോകുന്നില്ലേ? എന്താ കുളിക്കണ്ടേ? ഞാനെന്തിനാ അങ്ങനെ പറയാൻ പോകുന്നേ? അത് ഡിന്നർ റെഡി ആയിരിക്കുക, അതാ ഞാൻ. ശരി, എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. വരുമ്പോ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്നില്ലേ ഭാവന ചേച്ചി എന്നോട് പറഞ്ഞത്? എന്നിട്ട് ഏട്ടൻ വെറും കൈയോടല്ലേ കയറി വന്നത്? ഞാൻ എന്താണോ പറയാൻ വന്നത്, പക്ഷെ പറഞ്ഞെന്താണ്? ഭാവനേച്ചി പറഞ്ഞത് സത്യമാണെങ്കിൽ ഇദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരേണ്ടതല്ലേ? ഗിഫ്റ്റ് ഇനിയിപ്പോ ഈ ബാഗിലായിരിക്കോ? ഒന്നെടുത്ത് നോക്കിയാലോ? ഞാൻ വസു, എന്താ വസു, അബി ഗിഫ്റ്റ് തന്നായിരുന്നോ? എന്ത് ഗിഫ്റ്റ് അമ്മ കൊണ്ടുവന്നത്? താജ്മഹലാ കൊണ്ടുവന്നത്. അങ്ങനെയാണോ? അത്രയും വലിയ ഗിഫ്റ്റ് ആണോ തന്നത്? മറീന ബീച്ച് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കൊള്ളായിരുന്നല്ലേ അമ്മ? അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരായിരുന്നല്ലോ. എന്താടാ നീ ചെറിയ കുട്ടിയല്ലേ? നിന്റെ കളിയാക്കൽ ഇച്ചിരി കൂടുന്നുണ്ട്. വാസുവേട്ടത്തിക്ക് അഭിയേട്ടൻ ഗിഫ്റ്റ് കൊടുത്ത് കാണുവോ ഇല്ലയോ? എന്ത് സംഭവിച്ചിരിക്കും? ഭയങ്കര ബിൽഡപ്പ് തന്നത്.
ഗിഫ്റ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മുഖത്തൊരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. എന്താ വസു നീ പറയുന്നത്? അബി അങ്ങനെ ചെയ്യില്ലല്ലോ. ശരിക്കും അബിയുടെ രീതി വെച്ച് ഗിഫ്റ്റ് കൊണ്ടുവരേണ്ടതാണല്ലോ. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. അത് എനിക്ക് തരാതെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എങ്ങനെയാണെങ്കിലും അച്ഛനും അമ്മയ്ക്ക് എന്തിനിപ്പോ ഗിഫ്റ്റ് കൊടുക്കണം വല്യമ്മേ? എനിക്കല്ലേ തരേണ്ടത്. നീ പോടാ, പോയി അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് നീ തന്നെ വാങ്ങിച്ചോ. എന്നുവെച്ചാ അബിയുടെ വസുവേട്ടത്തേക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. എന്തിനാ വസു ഇത്രയും ദേഷ്യപ്പെടുന്നേ? നമ്മളിങ്ങനെ കളിയാക്കുന്നുണ്ടാണോ ദേഷ്യപ്പെടുന്നേ? അതോ അച്ഛനമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചോണ്ട് വരാത്തോണ്ടുള്ള ദേഷ്യമാണോ ഇത്? വരെ വരെ നിന്റെ സംസാരം കൂടുക. വലിയ വലിയ ആൾക്കാരെ പോലെ സംസാരിച്ചാലേ നിന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കും. നീ ഉണ്ണിയെ പറഞ്ഞു വിട്ടാ അബി മിണ്ടാതെ നോക്കി നിൽക്കുന്നാണോ? പുറകെ പോയി വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. വല്യമ്മ സൂപ്പറാ. ഒരു ഹൈഫൈ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കണ്ടിട്ട് കളിയാക്കാൻ തോന്നുവാണല്ലേ? അങ്ങനെയല്ല അമ്മ. പാവം അമ്മയുടെ ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ കാണുമ്പോ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. അതെ ഉണ്ണി, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്ന. എന്താ ഉദ്ദേശം? നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ കരയിപ്പിക്കാൻ നോക്കുവാണോ? ഓ പ്ലീസ് അമ്മ, പ്ലീസ് കരയല്ലേ. ഉണ്ണി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എന്റെ മോനെ നീ അടിക്കുമെന്നോ? എന്നൊന്ന് കാണട്ടെ. ആഹാ, വല്യമ്മയും ഉണ്ണിയും കൂടെ ഇപ്പൊ ഒറ്റക്കെട്ടായോ? നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം. അത് പോട്ടെ ഉണ്ണി, ശരിക്കും നിന്റെ അച്ഛൻ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കാണില്ലേ? അച്ഛൻ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ വല്യമ്മ. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമെന്നാ എനിക്ക് തോന്നുന്നത്. ഈ അമ്മയ്ക്കല്ലേ ക്ഷമയില്ലാത്തത്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഉണ്ണി? അങ്ങനെ തന്നെ ആയിരിക്കും വല്യമ്മ. കുറച്ചു നേരം കഴിയുമ്പോ അമ്മ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. അമ്മ 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 അമ്മ, അയ്യോ, ഞാൻ മാത്രം ഈ കട്ടില്. പുറത്ത് എന്തൊക്കെയോ നല്ല കാര്യങ്ങള് നടക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ആ കാർത്തിക പറഞ്ഞതുപോലെ ഞാൻ എഴുന്നേറ്റ് നടന്നെങ്കിലേ ഈ വീട്ടിലുള്ളവരുടെ മനസമാധാനം ഇല്ലാതാക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും ഒന്ന് എണീക്കണം. ഇല്ലെങ്കിൽ മൂക്ക് പഞ്ഞു വെച്ച് റെസ്റ്റ് ഇൻ പീസ് ആക്കും. അമ്മ അമ്മ, എന്തോ ശബ്ദം കേട്ടല്ലോ. ഒരുപക്ഷെ ഒടിഞ്ഞ എന്റെ എല്ലാം വീണ്ടും ഒടിഞ്ഞതാണോ? ആ ഡോക്ടർ ആണെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് പറഞ്ഞതാ. എഴുന്നേറ്റ് നടക്കുന്നത് അത്ര വലിയ കഷ്ടപ്പാടൊന്നല്ല. അമ്മ ഓ അമ്മ എന്റെ നാട് ഒടിഞ്ഞു ഭഗവാനെ. അയ്യോ അയ്യോ ആന്റി, എന്ത് പറ്റിയതാ? എഴുന്നേക്ക് ആന്റി. നാട് ഒടിഞ്ഞു പോളെ. അയ്യോ എന്റെ നടുവിന് എന്തോ പറ്റി മോളെ. അയ്യോ. അയ്യോ ആന്റിക്ക് ഇത് എന്ത് പറ്റിയതാ? ഈ പഴത്തിന് തൊലിയിട്ടത് ആരാടി? ഞാനാ ആന്റി.